വിജ്ഞാപനത്തിന് മുമ്പ് കസ്തൂരി രംഗനിൽ സമവായമുണ്ടാക്കാനുള്ള UDF നീക്കത്തിന് തിരിച്ചടി. ഇലക്ഷൻ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിൽ 3-4 മണ്ഡലങ്ങളിൽ തനിക്ക് സ്വീകാര്യതയുണ്ടെന്ന് PC ചാക്കോ. വിമർശകരുടേത് ഗ്രൂപ്പ് താൽപര്യം. ഗ്രൂപ്പുകളിൽ ജനത്തിന് ബോധ്യപ്പെടുമെന്നും ചാക്കോ. ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. കസ്തൂരി രംഗനിൽ കുഴഞ്ഞ് UDF രാഷ്ട്രീയം. നിലപാടെടുക്കാൻ വിഷമിച്ച് കേരള കോൺഗ്രസ്. വേണ്ടിവന്നാൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താൻ കത്തോലിക്ക കോൺഗ്രസ്. തിരിച്ചടി നൽകുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. പാർട്ടി തീരുമാനിച്ചാൽ മാവേലിക്കരയിൽ വീണ്ടും ജനവിധി തേടുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. വികസന പ്രവർത്തനങ്ങൾ തുണയാകുമെന്നും കേന്ദ്രമന്ത്രിക്ക് പ്രതീക്ഷ. ഇലക്ഷൻ ന്യൂസ് സ്പെഷ്യൽ. BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ദില്ലിയിൽ തുടങ്ങി. ആദ്യഘട്ടം സ്ഥാനാർത്ഥി പട്ടിക ഇന്നായേക്കും. കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീട്. ഗാന്ധിജിയുടെ ചെറുമകൻ രാജ്മോഹൻ ഗാന്ധി AAP സ്ഥാനാർത്ഥി. സന്ദീപ് ദീക്ഷിതിനെതിരെ ദില്ലിയിൽ ജനവിധി തേടും. BJP സഖ്യത്തിൽ രാംവിലാസ് പാസ്വാന് 7 സീറ്റ്. ഇലക്ഷൻ ന്യൂസ് എക്സ്ക്ലൂസീവിൽ PC ചാക്കോ MP. കേരളത്തിൽ 3-4 മണ്ഡലങ്ങളിൽ തനിക്ക് സ്വീകാര്യതയുണ്ടെന്ന് PC ചാക്കോ MP. എന്നാൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ്. തന്നെ വിമർശിക്കുന്നവർക്ക് ഗ്രൂപ്പ് താൽപര്യമാണുള്ളത്. DCCയിലുണ്ടായ മാറ്റം ദഹിക്കാത്തവർക്ക് എതിർപ്പുണ്ടാകാം. ഇതെല്ലാം ഗ്രൂപ്പ് കളിയാണെന്ന് ജനത്തിന് ബോധ്യപ്പെടുമെന്നും ചാക്കോ വ്യക്തമാക്കി. ഞങ്ങളുടെ പ്രതിനിധി അനുമോദനോട് സംസാരിക്കുകയായിരുന്നു PC ചാക്കോ. വലിയ വിമർശനങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ചെറിയ വിമർശനങ്ങളുണ്ട്. ആ ചെറിയ വിമർശനങ്ങൾ പറയുന്നതിന് മറ്റു ചില താല്പര്യങ്ങളുണ്ട്. കോൺഗ്രസിന് ഗ്രൂപ്പുകളുണ്ട്. ഞാനൊരു ഗ്രൂപ്പിലും പെടുന്ന ഒരാളല്ല. അപ്പോൾ ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിൻ്റെ പേരിൽ ചില ആളുകൾ അഭിപ്രായം പറഞ്ഞേക്കാം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലുണ്ടായ മാറ്റങ്ങൾ ദഹിക്കാത്തവർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞേക്കാം. വ്യക്തിപരമായി എന്നോടെന്തെങ്കിലും നീരസമാൻ ഇഷ്ടമുള്ളവർ പറഞ്ഞേക്കാം. അതൊന്നും വസ്തുതാപരമല്ല. ഈ വിമർശനങ്ങളെ കാണുന്ന ആളുകളൊക്കെ വായിച്ചാൽ ഉടൻ തന്നെ അവരുടെ മനസ്സോടിയെത്തുന്നത് ഇത് കോൺഗ്രസിലെ ഗ്രൂപ്പുകളിയാണ് എന്നാണ്. ഇവിടെ പ്രവർത്തിച്ച ഒരു MP എന്നുള്ള നിലയിലുള്ളൊരു അംഗീകാരമാണ് നിഷ്പക്ഷമതിയായ ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനും എനിക്ക് തരുന്നത്. അതിനെ മനഃപൂർവ്വം കണ്ണട ചിരട്ടാക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ വിമർശനവുമല്ല, അത് ഭൂരിപക്ഷവുമല്ല, വളരെ ന്യൂനപക്ഷം വ്യക്തികളുടെ ഒരു അഭിപ്രായം മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തിരഞ്ഞെടുപ്പിന് എഴുതിയ അവസരത്തിലുണ്ടായിരുന്നു ഇതുപോലെ ചില പ്രതിബന്ധങ്ങൾ. ആ പ്രതിബന്ധം ഉയർത്തിയവർ തന്നെ എനിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിച്ചിരുന്നു. അതുപോലെ ഇപ്പം എന്നെ എതിർക്കുന്നവരും ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ, ഞാനാവണമെന്നില്ല, പാർട്ടി ആരെ തീരുമാനിച്ചാലും ഞാനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അവരെല്ലാം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ കേരളത്തിലെ മറ്റ് പല MPമാരിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ 4 നിയോജകമണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. ഞാൻ 91 തൃശ്ശൂർ മത്സരിച്ചു, 96 മുകുന്ദപുരം, ഇപ്പോഴത്തെ ചാലക്കുടി എന്ന് പറയുന്ന മുകുന്ദപുരത്ത് മത്സരിച്ചു, 98 ഇടുക്കിയിൽ മത്സരിച്ചു, 99 കോട്ടയത്ത് മത്സരിച്ചു, വീണ്ടും ഇപ്പോൾ തൃശ്ശൂർ മത്സരിച്ചു. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും എനിക്ക് നല്ല അഭിപ്രായം എൻ്റെ പാർട്ടിയും പൊതുജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളും വരുമ്പോൾ ഈ 4 സ്ഥലത്തൊന്നും എനിക്ക് ക്ഷണം ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും അതുണ്ട്. അതിപ്പോൾ ഈ ഇടുക്കിയിൽ ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല, താങ്കൾ ഇടുക്കിയിലേക്ക് വരണം എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരും രാഷ്ട്രീയക്കാരല്ലാത്തവരും ധാരാളം പേരുണ്ട്. ആ രൂപത്തിൽ ഒരുപാട് പേര് എന്നെ സമീപിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ഞാൻ പറഞ്ഞത് പാർട്ടി ഒരു തീരുമാനം എടുക്കട്ടെ. നിങ്ങൾക്ക് അവിടെ ശക്തനായ ഫുൾ ടൈം നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അതുകൊണ്ട് ഇത്തരം ഒരു വിവാദമൊന്നും ഉണ്ടാക്കരുതെന്ന് ഞാനവരൊന്നും ഉപദേശിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഒരു സ്വീകാര്യത ഈ 3-4 നിയോജകമണ്ഡലങ്ങളിൽ കേരളത്തിൽ സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് തീർച്ചയായും സന്തോഷകരമായൊരു കാര്യമാണ്. അത് പലപ്പോഴും പല സഹപ്രവർത്തകരും കഴിഞ്ഞകാല സഹപ്രവർത്തകർ അക്കാര്യം എന്നോട് ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ പാർട്ടിയുടെ കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുക്കുന്നത് വരെ ഞങ്ങളാരും സ്ഥാനാർത്ഥികളല്ല. ഞാനീ പറയുന്നതെല്ലാം ഒരു MP എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള ഒരു റോള് ഞങ്ങൾക്കാകുന്നത് പാർട്ടി തീരുമാനിക്കുമ്പോഴേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ സമവായമുണ്ടാക്കാനുള്ള UDF നീക്കത്തിന് തിരിച്ചടി. കേരളത്തിന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രിക്ക് ഉറപ്പൊന്നും നൽകിയിട്ടില്ലെന്നുമുള്ള വീരപ്പ മൊയ്ലിയുടെ പ്രസ്താവനയോടെ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുകയാണ്. UPA സ്ഥാനാർത്ഥികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുമെന്നറിയിച്ച് കാത്തലിക് കോൺഗ്രസും രംഗത്തെത്തി. കസ്തൂരി രംഗൻ റിപ്പോർട്ട് വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് രംഗത്തെത്തിയതോടെയാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയം UDFൽ സജീവമായത്. PC ജോർജ് ചീഫ് വിപ്പ് സ്ഥാനവും ചില MLAമാർ അവരുടെ സ്ഥാനങ്ങളും രാജിവെക്കുമെന്നറിയിച്ചതോടെ പ്രശ്നം വഷളായി. PJ ജോസഫിനെ സ്വീകരിക്കാൻ തയ്യാറാണെന്നറിയിച്ച് LDF നേതൃത്വം കൂടി രംഗത്തെത്തിയതോടെയാണ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതൃത്വവും വിഷയത്തിൽ ഇടപെട്ടത്. 2 ദിവസത്തിനകം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നും കേന്ദ്രമന്ത്രി വീരപ്പ മൊയ്ലിയോട് എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുൽ ഗാന്ധി വിഷയത്തിൽ ഇടപെട്ടെന്ന് KPCC നേതൃത്വവും വ്യക്തമാക്കി. പക്ഷേ കേരളം ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്യാനാകില്ലെന്ന് വീരപ്പ മൊയ്ലി വ്യക്തമാക്കിയതോടെ UDF നേതൃത്വം വെട്ടിലായി.
No, I will not be in a position to say now that what kind of a direction, specific direction we are giving. We have already seized up the matter, and the officers from the Kerala have also come and met us, and they had a very detailed discussion. In the light of that, and also the some of the reflections given by the concerns which are expressed by the other state. So taking everything together, and we would like to address it. Maybe that we will be in a position to resolve it. ഇതിനിടെ ഇടയലേഖനത്തിന് പിന്നാലെ നിലപാട് ഘടിപ്പിച്ച് കാത്തലിക് കോൺഗ്രസും പ്രതികരിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ അപാകതകൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പായി പരിഹരിച്ചില്ലെങ്കിൽ UPA മുന്നണിക്കെതിരായി സംസ്ഥാന തലത്തിൽ നിലപാട് സ്വീകരിക്കുവാൻ കത്തോലിക്ക സഭ കേന്ദ്ര കാര്യാലയമായ പാലാരിവട്ടം BOCയിൽ ചേർന്ന കത്തോലിക്ക കോൺഗ്രസ് സംസ്ഥാന സമിതി തീരുമാനിച്ചു. PC ജോർജ് അടക്കമുള്ള നേതാക്കൾ കേന്ദ്ര തീരുമാനത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇപ്പോഴും മുഖ്യമന്ത്രി അടക്കമുള്ള പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. പ്രശ്നപരിഹാരത്തിനായുള്ള ചർച്ചകൾ മുറുകുമ്പോഴും പ്രതിസന്ധി രൂക്ഷമാകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ദില്ലിയിൽ നിന്ന് വരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഇടുക്കി സീറ്റിനെ ചൊല്ലി കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം തുടരുന്നതിനിടയിലും ഫ്രാൻസിസ് ജോർജിനായി ജില്ലയിലെങ്ങും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞയാഴ്ച പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് സംഘർഷത്തിനിടയാക്കിയ ശേഷവും ഫ്ലെക്സ് ബോർഡുകൾ ഇറങ്ങിയത് കോൺഗ്രസിനെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജിനെ വിളിക്കൂ, ഇടുക്കിയെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യവുമായി കഴിഞ്ഞയാഴ്ചയാണ് ജില്ലയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പേരിലിറങ്ങിയ ഈ പോസ്റ്ററുകൾ വിവാദമായതോടെ അത് കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കത്തിനും റോഷിയേഴ്സിന് MLA വഴിയിൽ തടയുന്ന സാഹചര്യത്തിന് വരെയും ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലയിലെമ്പാടും ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇടുക്കിയിലെ ജനങ്ങളോടൊപ്പം ഫ്രാൻസിസ് ജോർജ് എന്നാണ് ഇതിലെയും മുദ്രാവാക്യം. സീറ്റിനു വേണ്ടിയുള്ള കടുംപിടുത്തം കേരള കോൺഗ്രസ് തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ പ്രചരണവും ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസും. പോസ്റ്റ് ഒട്ടിച്ചുകൊണ്ടോ കട്ടൗട്ടർ വെച്ചുകൊണ്ടോ UDFന്റെ ഒരു തീരുമാനത്തെയോ കോൺഗ്രസിന്റെ തീരുമാനത്തെയോ സ്വാധീനിക്കാമെന്ന് UDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് തീരുമാനങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചോ അറിയാവുന്ന ഒരാളും അങ്ങനെ കണക്കൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് DC പ്രസിഡന്റ് നേതൃത്വം നടത്തുന്ന ജനപക്ഷ യാത്ര കോൺഗ്രസിന്റെ മണ്ഡലത്തിലുള്ള വിജയപ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ സ്വകാര്യ ചടങ്ങുകളിലും പാർട്ടി പരിപാടികളിലുമൊക്കെ പങ്കെടുത്ത് മണ്ഡലത്തിലെങ്ങും ഫ്രാൻസിസ് ജോർജും സജീവമാണ്. ഏതായാലും സീറ്റ് തർക്കം തുടരുന്നതിനിടെയുള്ള പുതിയ സംഭവ വികാസങ്ങൾ കേരള കോൺഗ്രസ് പിന്നോട്ടില്ലെന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇടുക്കിയിൽ നിന്നും KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. പാർട്ടി തീരുമാനിച്ചാൽ മാവേലിക്കരയിൽ വീണ്ടും ജനവിധി തേടുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. ഇലക്ഷൻ ന്യൂസ് സ്പെഷ്യൽ. പാർട്ടി തീരുമാനിച്ചാൽ മാവേലിക്കര ലോക്സഭാ സീറ്റിൽ വീണ്ടും ജനവിധി തേടുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. കേന്ദ്രമന്ത്രിയായി 1.5 വർഷം നടത്തിയ പ്രവർത്തനങ്ങൾ തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. കൊട്ടാരക്കര വിദ്യാനഗറിലെ 81 നമ്പർ വീട്ടിൽ ഗൃഹനാഥനുണ്ടെങ്കിൽ വീടുണരും മുൻപേ നാട്ടുകാരെത്തും. മുറ്റത്തും ഉമ്മറത്തും എന്തിന് അടുക്കള മുറിയിൽ വരെ അവരുണ്ടാകും. ഈ നാട്ടുകാരെ കണികണ്ടാണ് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു ദിനം തുടങ്ങുന്നത്. 5 തവണ MP ആയി, 1.5 വർഷമായി കേന്ദ്രമന്ത്രി. ESI പരിധി 25,000 രൂപയാക്കി. കുറഞ്ഞ PF പെൻഷൻ 1000 രൂപയാക്കി. പാരിപ്പള്ളിയിൽ ESI മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. 1.5 വർഷം കൊണ്ട് തന്റെ വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് 1400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് മന്ത്രിയുടെ വാദം. പാർട്ടി അവസരം തന്നാൽ വീണ്ടും ജനവിധി തേടും. തന്നെ ജനങ്ങളും പാർട്ടിക്കാരും അംഗീകരിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു. അത് ഞാൻ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. എനിക്ക് ജനങ്ങളിൽ എപ്പോഴും വിശ്വാസമുണ്ട്. പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നു അത് അനുസരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനങ്ങളിൽ പാർട്ടി ഏത് തീരുമാനമെടുത്താലും ആ തീരുമാനത്തോടൊപ്പം നിൽക്കുകയും പാർട്ടി തീരുമാനം അനുസരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തകനാണ്. തീർച്ചയായും പാർട്ടി എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനത്തിന് വിധേയമായി ഞാൻ പ്രവർത്തിക്കും. മാവേലിക്കര സംവരണ മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി ജനവിധി തേടാനുള്ള ഒരുക്കത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ദില്ലിയിൽ തുടരുകയാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കിയേക്കും. വിശദാംശങ്ങളുമായി അനൂപ് ബാലചന്ദ്രൻ ചേരുന്നു. അനൂപ്, കേരളത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റെന്തൊക്കെ തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുണ്ട്? ശാലിനി, അല്പസമയം മുൻപാണ് BJP ദേശീയ കാര്യാലയത്തിൽ നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നത്. പ്രധാനമായും കേരളത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടാകില്ല. നാളെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. തുടർന്ന് സാധ്യതാ പട്ടിക കേന്ദ്രത്തിൽ നൽകും. ഇതിനു ശേഷമായിരിക്കും കേരളത്തിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. പ്രധാനമായും 40 സീറ്റുകളുടെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപനം ഉണ്ടാവുക. ആസാം, അരുണാചൽ പ്രദേശ് എന്നീ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെയും മഹാരാഷ്ട്രയിലെ 14 സീറ്റുകളിലെയും ഗോവയിലെയും
സ്ഥാനാർത്ഥികളെയായി ഇന്ന് പ്രഖ്യാപിക്കും. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ മത്സരിക്കും. ഗോപിനാഥ് മുണ്ടെ ബിജെപിയുടെ മറ്റൊരു പ്രമുഖ നേതാവായ ഗോപിനാഥ് മുണ്ടെ ഭീഡ് മണ്ഡലത്തിൽ മത്സരിക്കും. ഇത് ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകാനാണ് സാധ്യത. മാർച്ച് 2-ാം തീയതിക്ക് ശേഷം 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ബിജെപി പ്രഖ്യാപിക്കും. ശാലിനി. അഴിമതി വിരുദ്ധ ബില്ലുകൾ നാളത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ ഓർഡിനൻസായി കൊണ്ടുവരാൻ കോൺഗ്രസ് പ്രചാരണ സമിതി യോഗം തീരുമാനിച്ചു. ലോക്സഭയിൽ പാസാക്കാൻ കഴിയാത്ത ബില്ലുകളായിരിക്കും രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഓർഡിനൻസായി കൊണ്ടുവരിക. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രചരണ സമിതിയുടെ ആദ്യ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. 6 അഴിമതി വിരുദ്ധ ബില്ലുകൾ ഓർഡിനൻസായി കൊണ്ടുവരണം എന്ന് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു. ഇക്കാര്യം അടുത്ത മന്ത്രിസഭയിൽ പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാനാണ് യോഗം തീരുമാനിച്ചത്. അഴിമതി പുറത്തു കൊണ്ടുവരുന്നവരെ സംരക്ഷിക്കുന്നതിനുള്ള ബിൽ, പിന്നോക്ക വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ബിൽ എന്നിവ ഉൾപ്പെടെയാണിത്. ആന്ധ്രാപ്രദേശിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശവും മന്ത്രിസഭാ യോഗം പരിഗണിക്കും. ബിജെപിയുടെ വർഗീയ നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ തുറന്നു കാട്ടണമെന്ന് യോഗം തീരുമാനിച്ചു. രാജനീതിക് ലഡായി കെ ലിയേ കോൺഗ്രസ് പൂരി തരഹ സെ തയ്യാർ ഹൈ. ഓർഡിനൻസ് നിയമവിരുദ്ധമാണെന്ന ആക്ഷേപങ്ങൾ യോഗം ചർച്ച ചെയ്തെങ്കിലും ഓർഡിനൻസുമായി മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം. കോൺഗ്രസ് സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനുള്ള കർമ്മപരിപാടിയും യോഗം ആവിഷ്കരിച്ചു. UPA സർക്കാരിനെതിരെ BJP ഉയർത്തുന്ന അഴിമതി ആരോപണങ്ങൾ പ്രതിരോധിക്കാനാണ് അഴിമതി വിരുദ്ധ ബില്ലുകൾ ഓർഡിനൻസായി കൊണ്ടുവരാൻ കോൺഗ്രസ് പ്രചരണ സമിതി യോഗം തീരുമാനിച്ചത്. ദില്ലിയിൽ നിന്നും മെസ്സേജ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ രാജ്മോഹൻ ഗാന്ധി ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഷീല ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെതിരെ ദില്ലിയിലായിരിക്കും രാജ്മോഹൻ ഗാന്ധി മത്സരിക്കുക. 7 സിറ്റിംഗ് എംപിമാരെ ഉൾപ്പെടുത്തി NCP ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. രാംവിലാസ് പാസ്വാന്റെ LJPക്ക് 7 സീറ്റ് നൽകാൻ BJPയുമായുള്ള ചർച്ചയിൽ ഏകദേശ ധാരണയായി. 30 പേരുടെ പട്ടിക കൂടി പുറത്തിറക്കിയതോടെ ആം ആദ്മി പാർട്ടി 50 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സന്ദീപ് ദീക്ഷിത്തിനെതിരെ പശ്ചിമ ദില്ലിയിൽ മത്സരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ രാജ്മോഹൻ ഗാന്ധിയാണ് പട്ടികയിലെ പ്രമുഖൻ. മധ്യപ്രദേശിലെ വിദിഷയിൽ സുഷമ സ്വരാജിനെതിരെ ഭഗവൻ രജ്പുത്തും ശ്രീനഗറിൽ വിവരാവകാശ പ്രവർത്തക റാസ ഭട്ടും മത്സരിക്കും. BJPയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ MP രാജൻ സുശാന്താണ് ഹിമാചലിലെ ഖാംഗ്ര ജില്ലയിൽ AAP സ്ഥാനാർത്ഥിയാകുന്നത്. 18 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് NCP പ്രഖ്യാപിച്ചത്. കേന്ദ്രമന്ത്രി പ്രഫുൽ പട്ടേൽ, ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ എന്നിവരടക്കം 7 സിറ്റിംഗ് എംപിമാർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ശരത് പവാറിന്റെ മണ്ഡലമായ മാധയിൽ മോഹിത് പാട്ടീലാണ് സ്ഥാനാർത്ഥി. ബീഹാറിൽ രാംവിലാസ് പാസ്വാന്റെ ലോക് ജൻശക്തി പാർട്ടിയും BJPയും തമ്മിൽ സഖ്യത്തിൽ മത്സരിക്കാനും ഏകദേശ ധാരണയായി. LJPക്ക് 7 സീറ്റ് നൽകാനാണ് BJPയുമായുള്ള ചർച്ചയിൽ ഏകദേശ ധാരണയായിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഏത് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്ന ചർച്ച സജീവമാവുകയാണ്. ഉത്തർപ്രദേശിൽ നിന്നും മോദി ജനവിധി തേടുമെന്ന് അഭ്യൂഹമുണ്ടെങ്കിലും വിജയമുറപ്പുള്ള വാരണാസി സീറ്റ് വിട്ടുനൽകാൻ മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഉത്തർപ്രദേശ് നേടുന്നവർ ഇന്ത്യ നേടുമെന്നൊരു വിശ്വാസമുണ്ട്. ഈ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ ഇന്ത്യയെ നേടാൻ നരേന്ദ്രമോദി ഇറങ്ങുമെന്ന വാർത്ത ശക്തമാണ്. ഉത്തർപ്രദേശിന്റെ ചുമതല നരേന്ദ്രമോദി വിശ്വസ്തനായ അമിത്ഷായ്ക്ക് നൽകിയപ്പോൾ തന്നെ ഊഹങ്ങൾ പരന്നു തുടങ്ങിയിരുന്നു. വാരണാസി മണ്ഡലത്തിൽ മോദി മത്സരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ. വാരണാസിയിൽ മോദിയെ നിർത്തണമെന്ന ആവശ്യവുമായി പ്രാദേശിക BJP ഘടകവും RSSും രംഗത്തെത്തിയെങ്കിലും സിറ്റിംഗ് MP അത്ര വേഗം മണ്ഡലം വിട്ടൊഴിയുന്ന ലക്ഷണമില്ല. വാരണാസി MP മുരളി മനോഹർ ജോഷി മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. വാരണാസിയിൽ മോദി വേണമെന്ന ആവശ്യം കേൾക്കാത്ത മട്ടിൽ ഇലക്ഷൻ ഓഫീസും തുറന്ന് പ്രചരണത്തിലുള്ള ലഘുലേഖകളും മറ്റും തയ്യാറാക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. ലക്നൌ പോലുള്ള മണ്ഡലങ്ങളിൽ വിജയസാധ്യതയില്ലാത്തതിനാൽ അവിടെ മോദിയെ നിർത്താനും പാർട്ടി ഒരുക്കമല്ല. ജോഷി കടുംപിടുത്തം ഉപേക്ഷിച്ച് സീറ്റ് മോദിക്ക് നൽകുമെന്ന പ്രതീക്ഷയിലാണ് മോദി ആരാധകർ. 2009 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേടിയ സീറ്റ് അത്ര വേഗം വിട്ടുനൽകാൻ ജോഷി തയ്യാറാകണമെന്നുമില്ല. ഇലക്ഷൻ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി വോട്ടർമാർ സംസാരിക്കുന്നു ആം ആദ്മിയിൽ. രാഷ്ട്രീയ നേതാക്കളുടെ ഭാഷ സെൻസർ ചെയ്യേണ്ടതുണ്ടോ? കൊച്ചിയിൽ നിന്നും ജനങ്ങളുടെ പ്രതികരണവുമായി അമ്പിളി. രാഷ്ട്രീയ നേതാക്കളുടെ ഭാഷ സെൻസർ ചെയ്യേണ്ടതുണ്ടോ? പൊതുജനത്തിന് പറയാനുള്ളത്. ജനാധിപത്യ ഭരണകൂടത്തിൽ ഇരിക്കുന്ന ആളുകൾ ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കൊഞ്ഞനം കുറിച്ചലാണ്. അവരുപയോഗിക്കുന്ന ഭാഷയ്ക്ക് യാതൊരു ഇതുമില്ല, ലിമിറ്റുമില്ല. എന്ത് ഭാഷയും പറഞ്ഞു കേൾക്കാൻ പോലെ. ഇന്നലെ തന്നെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതാണ്. വളരെ മ്ലേച്ഛമായ ഭാഷകളാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഉപയോഗിക്കുന്നത്. അത് വളരെ രാഷ്ട്രീയക്കാരായതുകൊണ്ട് അവർക്ക് എന്തു ആകാമെന്നുള്ളൊരു കോടതിയെ പോലും വിമർശിച്ച് വർത്തമാനം സംസാരിക്കാറുണ്ട്. അത് വളരെ ധിക്കാരപരമായിട്ടാണ്. അവരിത്തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. അത് ഒരു സാംസ്കാരിക അധപ്പതനത്തിന്റെ ലക്ഷണമാണ്. അങ്ങനെയുള്ള ഭാഷകൾ ആര് ഉപയോഗിച്ചാലും ജനപ്രതിനിധികൾ ഉപയോഗിച്ചാലും അത് തെറ്റാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് മലയാളികൾ നമ്മുടെ ഓരോ വാക്കിനും വളരെ വ്യക്തമായ അർത്ഥങ്ങളുണ്ട്. അവരാണല്ലോ എല്ലാവർക്കും മാതൃകയാകേണ്ടത്. അങ്ങനെയുള്ളവരിത് മിസ്യൂസ് ചെയ്യുമ്പം നമുക്ക് അത് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു കൾച്ചർ ഇല്ലെന്നുള്ളത് തന്നെയാണ്. സെൻസർ ചെയ്യാൻ എന്തുകൊണ്ട് സെൻസർ ചെയ്ത് സ്കാൻ ചെയ്ത് മാറ്റണം. When your tongue has lost
the capacity to injure others, then only you have the right to talk എന്ന് പറഞ്ഞാൽ